ഉജ്ജയിലുള്ളത് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ പ്രയാഗിലെയാണ് പിന്നെ കുംഭകോണത്ത് നടക്കുന്നത്. അപ്പോൾ ദക്ഷിണ ഭാരതത്തിൽ ഇതേപോലുള്ള ഒരു കുംഭമേള പോലെ അല്ലെങ്കിൽ ഒരു മാഘോത്സവം 12 ആണ്ട് നടന്നിരുന്നിട്ടുണ്ടാവും. അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് പല രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടാവും. പക്ഷേ ഈ എല്ലാ കുംഭമേളയിലും ഈ മാഘമേളകളിലും മാമാങ്കത്തിലും ഗണിതപരമായുള്ള ഒരു പരിഷ്കരണം, കലണ്ടർ പരിഷ്കരണത്തിൻ്റെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. ആര്യഭട്ടൻ അദ്ദേഹം കുസുമപുരത്ത് ആണുള്ളതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ശരിയാണ്. അദ്ദേഹം കുസുമപുരത്തെ നിവാസിയായിരുന്നു. നളന്ദയിലെ വിദ്യാർത്ഥിയും ആചാര്യനും കുലപതിയും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗണിത സംശോധനത്തിന് ഏറ്റവും പ്രധാനമായ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഇവിടെയാണ് നടന്നിട്ടുള്ളതെന്നാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കാരണം ഇന്ന് ഈ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ചരിത്രം പറയുന്നത് 2-3 അടിസ്ഥാന രേഖകൾ വെച്ചിട്ടാണ്. ഒന്ന് എഴുതപ്പെട്ട ചരിത്രം വേണം, അല്ലെങ്കിൽ പഴയ പുരാവസ്തുവിൽ പൊട്ടിയ പാത്രം, ചെമ്പോല, താളിയോല, അങ്ങനെ ഓലകൾ, പൊട്ടിയ പ്രതിമകൾ, ഇതൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ കാലപ്പഴക്കം നിർണ്ണയിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ചരിത്രത്തിൽ ഒരു ടൈം ലൈൻ ആണല്ലോ ചരിത്രം. ആ ടൈം ലൈൻ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മളെ ഭാരതത്തിലുണ്ട്. അത് നമ്മൾ ഭാരതത്തിൽ ഉപയോഗിക്കാറില്ല. അതാണ് നമ്മുടെ ജ്യോതിശാസ്ത്രം. നമ്മുടെ പല ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ ഏത് ഗ്രന്ഥം എടുത്താലും അതിൽ ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ചില പരാമർശങ്ങളുണ്ടാവും. വെറും ഒരു പ്രേമകാവ്യമാണെങ്കിൽ പോലും ആ കാലഘട്ടത്തിലെ ആ സമയത്തെ ചന്ദ്രനെയും നിലാവും ആ ചന്ദ്രനുള്ള ആകാശത്തെ മറ്റ് നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു വർണ്ണന ഉണ്ടാവും. രാമായണത്തിൽ രാമൻ്റെ ജനന സമയത്തുണ്ടല്ലോ, യുദ്ധസമയത്തുള്ള കുറിച്ചുണ്ടല്ലോ. അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഈ വർണ്ണനകളിൽ നിന്നും നമുക്ക് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള കാലഗണന തിട്ടപ്പെടുത്താൻ സാധിക്കും. ജ്യോതിശാസ്ത്രത്തിലും ഇതിങ്ങനെ സൈക്ലിക് ആണെങ്കിലും നമുക്ക് കൂടുതൽ വിദൂരമായ ചരിത്രത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇപ്പം നമ്മുടെ മാമാങ്കത്തിൻ്റെ ചരിത്രമൊക്കെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ബാക്കിലേക്ക് പോയാൽ നമ്മുടെ ബ്രിട്ടീഷ് രേഖകൾ, പിന്നെ കുറച്ച് സാമൂതിരിയുടെ ഗ്രന്ഥാവലികൾ, അങ്ങനെ ചില ആ കാലഘട്ടത്തിലുള്ള ഏറി വന്നാൽ 16-ാം നൂറ്റാണ്ടിന് ശേഷം മുതലുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ജ്യോതിശാസ്ത്രം മാത്രമേ നമുക്ക് അടിസ്ഥാനമാക്കാൻ പറ്റൂ.